മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ആദ്യം എടുത്തു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വിഷയത്തിലാണ്. അതായത് മലയോര മേഖലയുടെ മലയോര ജീവിതത്തിൻ്റെ വലിയ ആശങ്കകൾ, ഇപ്പോൾ നിൽക്കുന്ന വന നിയമ ഭേദഗതി, സംസ്ഥാന സർക്കാരിൻ്റെ വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില പ്രചാരണങ്ങൾ, അത് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാതെയാണോ, അല്ലെങ്കിൽ ആശങ്കയുണ്ടോ, അത് അതിനെ കാണുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടിയും നിലപാടുമാണ് മുഖ്യമന്ത്രി ഇന്ന് അതേക്കുറിച്ച് പറഞ്ഞത്, അല്ലേ? ആശങ്കകൾ പരിഹരിക്കാതെ സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആശങ്കകൾ പരിഹരിക്കാതെ മുൻപ് സൂചിപ്പിച്ച വന നിയമ ഭേദഗതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല, അങ്ങനെ സർക്കാർ ഉദ്ദേശിക്കുന്നേയില്ല എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വളരെ സ്പഷ്ടമായി പറഞ്ഞു വെച്ചത്. അതായത് ഏത് നിയമവും മനുഷ്യന് വേണ്ടിയാണ്, എല്ലാ മൃഗങ്ങളെയും വെടിവെച്ച് കൊല്ലാനാകില്ല, കേന്ദ്ര നിയമം ഇതിനുള്ള തടസ്സമായി നിൽക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നമുക്ക് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നതോ ആശങ്കയിലാക്കുന്നതോ ആയ ഒരു ഭേദഗതിയും ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. വന്യജീവികളുടെ ആക്രമണത്തിൽ ആളുകൾക്കും വളർത്തുമൃഗങ്ങൾക്കും ജീവൻ നഷ്ടപ്പെടുന്നത് അങ്ങേയറ്റം ദുഃഖകരമായ കാര്യമാണ്. വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നതിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത് 1972 കേന്ദ്ര നിയമം തന്നെയാണ്. ക്രിമിനൽ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പ് പ്രകാരം ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ നിലവിൽ സാധ്യമല്ലാത്ത സ്ഥിതി തന്നെയുണ്ട്. ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ മാത്രമേ ഒരു വന്യജീവിയെ കൊല്ലാൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ വകുപ്പ് 11 അനുവദിക്കുന്നുള്ളൂ.